ഈസി ടേസ്റ്റി ക്യൂസിനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നാടൻ വിഭവങ്ങളാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓണം സീസണൊക്കെ അല്ലേ, അപ്പോൾ ഒരു സീരീസ് പോലെ ചെയ്യുന്നുണ്ട്. എല്ലാവരും എല്ലാ വിഭവങ്ങളും കാണണം കേട്ടോ. പിന്നെ ഇഞ്ചി ചമ്മന്തിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് ഇഞ്ചി വേണം, ഇഞ്ചി ചമ്മന്തി ആകുമ്പോൾ ഇഞ്ചി വേണമല്ലോ. ഇഞ്ചി വേണം, പച്ചമുളകുണ്ട്, പിന്നെ നമ്മുടെ വറ്റൽമുളകുണ്ട്, പിന്നെ കുറച്ച് മല്ലിയിലയുണ്ട്, ഒരു കപ്പ് തൈരുണ്ട്. ഇത്രയും വെച്ചിട്ടാണ് നമുക്ക് ഇഞ്ചി ചമ്മന്തി ചെയ്യുന്നത് കേട്ടോ. നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരയ്ക്കണം കേട്ടോ. നല്ലതായിട്ട് അരഞ്ഞു കിട്ടണേ. പിന്നെ ഞാനൊരു 1.5 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു കപ്പ് തൈരില്ലേ, തൈരും ഇതെല്ലാം കൂടെ ആയതുകൊണ്ട് ചമ്മന്തി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പാകാമല്ലോ. അപ്പം ഒരു 1.5 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്. നല്ലപോലെ അരച്ചെടുക്കാം കേട്ടോ. അധികം അങ്ങ് വെള്ളം ആക്കാണ്ട് അരച്ചെടുക്കണേ. വെള്ളം അങ്ങ് ഒഴിച്ചാക്കല്. ഇത് നല്ലപോലെ അരച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്കത് ഈ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ ഓൾറെഡി അരച്ചേലേ നമ്മളൊരു 1.5 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇനി നോക്കിയിട്ട് മാത്രം ഉപ്പിട്ടാൽ മതി കേട്ടോ. നല്ലപോലെ യോജിപ്പിച്ച് വെച്ച് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ പോലെ എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ കുറച്ച് കടുകിടുന്നുണ്ട്. കടുകിട്ട് കടുക് പൊട്ടുമ്പം വറ്റൽമുളക് ഇട്ട് താളിച്ചെടുക്കാം. ഇതിന് കറിവേപ്പില അങ്ങനെ ഉപയോഗിക്കില്ല കേട്ടോ. നമ്മൾ മല്ലിയില കുറച്ച് അരയ്ക്കാൻ നേരത്ത് കുറച്ച് മല്ലിയില ഇട്ടുള്ളൂ. കറിവേപ്പില അങ്ങനെ എടുക്കാറില്ല. നമ്മുടെ കടുക് പൊട്ടി ഇത് വറ്റൽമുളകും നല്ല ഇതായിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചി ചമ്മന്തി അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ സിമ്പിൾ ഒരു റെസിപ്പി അല്ല. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇത് ചെയ്യണം കേട്ടോ, ഉണ്ടാക്കണം വീട്ടിലെ. എന്നിട്ട് നിങ്ങളെല്ലാവരും അഭിപ്രായം അറിയിക്കണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം അടുത്ത വീഡിയോ കാണാം. കാരണം ഇത് സീരിയസ് ആയിട്ട് എല്ലാ ദിവസവും വരുന്നുണ്ട്. അപ്പം എല്ലാം കാണണം, നിങ്ങളുടെ അഭിപ്രായം പറയണം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിൽ ഇഞ്ചിയുടെയും മുളകിൻ്റെയും അളവൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. ഞാൻ ഇവിടെ 4 മുളകാണ് ഇട്ടിരിക്കുന്നത്. എരി അധികം വേണ്ടാത്തതുകൊണ്ടാണ്. പക്ഷേ ഇഞ്ചിയും ഇതൊരു നമ്മളൊരു തൊടുകറി പോലല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു എരിയും ആ ഇഞ്ചിയുടെ ടേസ്റ്റുമാണ് ഇതിന് കൂടുതലായിട്ട് നിൽക്കേണ്ടത്. അപ്പം എല്ലാവരും ചെയ്ത് നോക്കുന്നത് വിശ്വാസത്തോടെ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം കാണാം. ടാറ്റാ.